ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കുരിശുമരണം സ്വീകരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യും. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസികൾ നടക്കാൻ പാടില്ലാത്ത വഴികൾ. വിശ്വാസികൾ നടക്കാൻ പാടില്ലാത്ത വഴികൾ. ഒരു വിശ്വാസി ജഡത്തെ അനുസരിച്ച് നടക്കരുത്, സ്വന്തം നിരൂപണങ്ങളെ അനുസരിച്ച് നടക്കരുത്, വഞ്ചനയിൽ നടക്കരുത്, അന്യ ദൈവങ്ങളുടെ പിന്നാലെ നടക്കരുത്, ഇരുട്ടിൽ നടക്കരുത്, ദൈവത്തിന് വിരുദ്ധമായി നടക്കരുത്, ഉപായത്തിൽ നടക്കരുത്, വഞ്ചനയിൽ നടക്കരുത്. ഒരു വിശ്വാസി നടക്കാൻ പാടില്ലാത്ത ഇടങ്ങൾ ഏതൊക്കെയാണ് എന്നത് വചനത്തിലൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തേതെന്ന് പറയുന്നത് അന്യ ദൈവങ്ങളുടെ പിന്നാലെ നടക്കരുത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കതിൽ മനസ്സിലാകുന്നതിൻ്റെ ദൈവമായ യഹോവയെ നീ മറക്കുകയും അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സാക്ഷീകരിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് നിങ്ങൾ കേൾക്കാതിരിക്കുന്നത് കൊണ്ട് യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുന്ന ജാതികളെ പോലെ തന്നെ നിങ്ങളും നശിച്ചു പോകും ആണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നീ അന്യദൈവങ്ങളെ പിന്തുടർന്ന് അവയെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് മോശ ഇസ്രായേൽ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതാണ് നാം ഇവിടെ കണ്ടത്. നാം 5-ാം അധ്യായം നോക്കുമ്പോൾ ഈ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. അവൻ്റെ വാക്കുകളെ കേൾക്കാതിരുന്നാൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് പറയുന്നു. നാം ഇവിടെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്നും അവൻ്റെ വചനങ്ങളെ അനുസരിക്കുന്നുവെന്നും നോക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കുന്നത്? സ്വയം ചിന്തിക്കേണ്ടതായ കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇരുട്ടിൽ നടക്കരുത് എന്നാണ്. 82-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത് നാം ഒന്ന് നോക്കുക. ആസാഫ് എഴുതിയ സങ്കീർത്തനമാണിത്. 12 സങ്കീർത്തനങ്ങൾ എഴുതിയതിൽ ഒന്നാണ് ഇത്. ഇരുട്ടിൽ നടക്കുന്നവരെ കുറിച്ച് ആണ് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഇരുട്ടിൽ നടക്കുന്നവർ എല്ലാ എളിയവരെയും അനാഥരെയും ബുദ്ധിമുട്ടിക്കുന്നു. അവർക്ക് ന്യായം വിധിച്ച് കിട്ടുകയില്ല. ഇങ്ങനെ ഇരുട്ടിൽ നടക്കുന്നവരെ ദൈവം ഇല്ലാതെയാക്കും. ആയതിനാൽ ഇരുട്ടിൽ നടക്കാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവത്തിന് വിരുദ്ധമായി നടക്കരുത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായം 21-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ദൈവത്തിന് വിരോധമായി നടക്കുന്നവർക്ക് അവരുടെ പാപങ്ങൾക്കും തക്കവണ്ണം 7 മടങ്ങ് ബാധ ദൈവം വരുത്തിത്തരും എന്നാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ആയതിനാൽ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും അവൻ കാണിച്ചു തന്ന പാതയിൽ നടക്കുകയും ചെയ്യുവീൻ എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു. നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾക്ക് അനുസൃതമായി നടക്കരുത്. യിരെമ്യാ പ്രവാചകൻ നമ്മോട് പറയുന്നത്, എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൽ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നടക്കുകയും ചെയ്താൽ ഞാൻ അവരെ നശിപ്പിക്കുമെന്ന് ഇവിടെ പ്രവാചകൻ മുഖാന്തരം ദൈവം അരുളി ചെയ്യുന്ന വേദഭാഗമാണ് നാം ഇവിടെ കാണുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം നമ്മുടെ ഇഷ്ടത്തിന് നടക്കാതെ ദൈവ ഇഷ്ടത്തിന് നടക്കണം. അവൻ നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്തത് ഉപായത്തിൽ നടക്കരുത് എന്നാണ് യിരെമ്യാ പ്രവാചകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. 9-ാം അധ്യായം 4-ാം വാക്യം നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഉള്ളിൽ ഉപായം വെച്ച് പുലർത്തരുത്. കൂട്ടുകാരനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആരിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഉപായം പ്രവർത്തിക്കുന്നവരെ ദൈവം വളരെ ചുരുക്കും എന്നാണ് പറയുന്നത്. അതായത് ആരിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഉപായം പ്രവർത്തിക്കാത്തവർ വളരെ ചുരുക്കം ആണ് ഇന്ന് ഈ ലോകത്തിൽ ഉള്ളത്. അവരെ ദൈവം നശിപ്പിച്ചു കളയും, അതിന് യാതൊരു സംശയവുമില്ല. അവരെ ചുരുക്കും. നാം ഇപ്പോൾ ജീവിക്കുന്ന ലോകം നുണയും ഉപായവും പാപവും നിറഞ്ഞതാണ് എന്ന് നമുക്കേവർക്കും അറിയാം. ആയതിനാൽ ഉപായത്തിൽ നടക്കാതെ ഇരിക്കുക.
ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് വഞ്ചനയിൽ നടക്കരുത്. യിരെമ്യാ പ്രവാചകൻ അഗെയിൻ 23-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ സാരമിതാണ്: വഞ്ചനയാണ് നാം ഇപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അതിൽ നിന്നും നാം വിട്ടുമാറിയില്ല എങ്കിൽ നാം ഗൊമോറോ സോദോം നിവാസികളിൽ നിന്നും വ്യത്യസ്തർ ആയിരിക്കുകയില്ല. എല്ലാം നശിച്ചു പോകും. യിരെമ്യാ പ്രവാചകനാണ് അന്ന് പറഞ്ഞ കാര്യം എത്രയോ ശരിയായിരിക്കുന്നു. ഇപ്പോൾ അത് മനസ്സിലാക്കി നാം നമ്മെ തന്നെ തിരുത്തേണ്ടതുണ്ട്. കാരണം നാം നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ അങ്ങനെ ഒരവസ്ഥയിലാണ് നാം കാണുന്നത്. സോദോം ഗൊമോറയിൽ നടന്നതായ ആ നീതികളും അനർത്ഥങ്ങളും അധർമ്മങ്ങളും എല്ലാം ഇപ്പോൾ നമ്മുടെ നാല് ചുറ്റും നടക്കുന്നതായി കണ്ണ് തുറന്നു നോക്കിയാൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് മറ്റ് ജാതികളെ പോലെ നടക്കരുത് എന്നാണ്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇവിടെ പൗലോസ് ശ്ലീഹ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതാണ് നാം ഇവിടെ വായിക്കുന്നത്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത കാര്യമെന്ന് പറയുന്നത് ക്രമം കെട്ട് നടക്കരുത് എന്നാണ്. ഇവിടെ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം അധ്യായം 2-ാം ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്, ഇതിൻ്റെ യഥാർത്ഥ സാരം എന്ന് പറയുന്നത്, ഒരു ക്രമീകരണമില്ലാത്തവരെ കുറിച്ച് ആണ് പൗലോസ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്നാണ് ഉദ്ബോധിപ്പിക്കുന്നത്. ആയതിനാൽ ഒരു മാതൃകയുള്ള ആളായി ഈ ലോകത്തിൽ ജീവിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വേണം നമ്മൾ നോക്കാൻ. ഇന്ന് എവിടെ നോക്കിയാലും മുക്കിലും മൂലയിലും കുത്തിയിരുന്ന് സൊറ പറയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അവർ വീട്ടിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദാരിദ്ര്യമാണ് നമ്മൾ കാണുന്നത്. കാരണം ആർക്കും ഇപ്പോൾ വിശക്കുന്നതിൽ താല്പര്യമില്ല. അധ്വാനിക്കാൻ ആരും താല്പര്യപ്പെടാത്ത കാലത്താണ് നാം ജീവിക്കുന്നത്. അതായത് ക്രമം കെട്ട് നടക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടക്കരുത്. ജഡത്തെ അല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നാം നടക്കേണ്ടത്. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിക്കുന്നു എന്നാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 24-ൽ നാം കാണുന്നത്. നാം ജഡത്തെ അല്ല, ആത്മാവിനെ ആണ് അനുസരിക്കേണ്ടത്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുവെങ്കിൽ നാം ദൈവപൈതലായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസികൾ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് നാം വചനത്തിലൂടെ ഉൾക്കൊണ്ടത് എന്ന് നമുക്ക് അറിയാം. ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയായിരുന്നുവെന്ന്. അന്യദൈവങ്ങളെ വന്ദിക്കരുത്. രണ്ടാമത്തത് ഇരുട്ടിൽ നടക്കരുത്. മൂന്നാമത്തത് ദൈവത്തിന് വിരുദ്ധമായി നടക്കരുത്. നാലാമത്തത് മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങൾക്ക് അനുസൃതമായി നടക്കരുത്. അഞ്ചാമത്തത് ഉപായത്തിൽ നടക്കരുത്. ആറാമത്തത് വഞ്ചനയിൽ നടക്കരുത്. ഏഴാമത്തത് മറ്റു ജാതികളെ പോലെ നടക്കരുത്. എട്ടാമത്തത് ക്രമം കെട്ട് നടക്കരുത്. ഒമ്പതാമത്തെ ജഡത്തെ അനുസരിച്ച് നടക്കരുത്. നാം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 9 കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുവാനും ദൈവം കാണിച്ചു തന്നതായ മാതൃകകൾ ജീവിക്കുവാനും നമ്മെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.